ഷൈജു ആന്റണി വിയാരാഴ്ച പറഞ്ഞു തുടങ്ങി എന്താണെന്നറിയോ? പറഞ്ഞു തുടങ്ങിയത് ഈ പറയുന്ന രീതിയിൽ ഞങ്ങളിൽപ്പെട്ടവർ ഇന്നത് ചെയ്തപ്പോൾ നിങ്ങളിൽപ്പെട്ടവർ അത് നോക്കിയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന മതമാണ്. ഇവിടെ യുവരാജ് ഗോകുലിനും അക്ബറും സീതയും കൂട്ടിൽ കിടന്നാൽ പ്രശ്നമാണ്. ഇവിടെ യുവരാജ് ഗോകുലിനും ശബരിമലയിൽ വാവരെ ഇറക്കി വിടണം എന്ന നിലപാടുകാരനാണ്. അപ്പോൾ എങ്ങനെയാണ് VSP BJP വ്യത്യസ്തമാവുക? ശ്രീ ഷൈജു ആന്റണി, ഇത് തന്നെയാണ് ഞാൻ നേരത്തെ ചോദിച്ചത് കാശ്മീർ. അടിസ്ഥാനപരമായി ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിനെ തള്ളി പറയുക എന്നുള്ളതല്ല. ആശയപരമായി അവർ പ്രതിനിധാനം ചെയ്യുന്നത്, ആശയപരമായി അവർ പ്രചരിപ്പിക്കുന്നത് മതപരമായ വർഗീയതയാണ്. അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുക, ബാക്കി ഒന്നുമല്ല. ഏറ്റവും അടിസ്ഥാനപരമായി വാദിക്കേണ്ടത് അതാണ്. ശ്രീ യുവരാജ് ഗോകുൽ ഇവിടെ ഇരുന്ന് പറഞ്ഞു, എത്രയോ മുസ്ലിം സഹോദരന്മാർ അല്ലെങ്കിൽ മുസ്ലിം എന്താണ് പറയുന്നത്, മുസ്ലിം പണ്ഡിതന്മാർ അവിടെ നിന്ന് ക്രിസ്ത്യാനികളുടെ ക്രിസ്മസിന് ഗുരുനാഥന്മാർ, മുസ്ലിം ഗുരുനാഥന്മാർ ഈ ക്രിസ്മസിനെ തള്ളിപ്പറഞ്ഞ് അവിടെ യൂട്യൂബിലുണ്ട്. ഇതിനെല്ലാത്തിനും ഞങ്ങൾ യൂട്യൂബിൽ കൂടി തന്നെ മറുപടി പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ശശികല ടീച്ചറും ഗോപാലകൃഷ്ണനും ഇതിനേക്കാൾ വളരെ മോശമായ ഭാഷയിൽ ക്രിസ്ത്യാനിറ്റിയെ തള്ളി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തള്ളിപ്പറയല്ല, വൾഗറായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിനെയും ഞങ്ങൾ തള്ളി പറഞ്ഞിട്ട് തന്നെ ഉണ്ട്. പക്ഷേ അത് വ്യക്തിപരമായി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് കടന്നു കയറിയപ്പോൾ മാത്രമാണ് അത് ചർച്ചയായത്. നിങ്ങൾ യൂട്യൂബിൽ കൂടി പലതും ചെയ്യുന്നുണ്ടെന്നേ, അതെല്ലാവരും ചെയ്യുന്നുണ്ട്. ഈ വർഗീയ കാടറക്കൽ ഇത് വളരെ കൃത്യമായി യൂട്യൂബിൽ കൂടി കുറേ മുസ്ലിം പണ്ഡിതന്മാരും കുറേ ശശികലമാരും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല ഷൈജു, ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടരാണ് എന്ന് പറഞ്ഞാൽ ശാന്തവും സമാധാനവും ഒരുക്കുന്ന ഒരു സമൂഹത്തിൽ ആൾക്കാർ സന്തോഷിക്കുന്ന കാണുമ്പോൾ ചൊറി ഉണ്ടാകും ചില കൂട്ടർക്ക്. ആ കൂട്ടരെ പറ്റി പറഞ്ഞപ്പോൾ യുവരാജിനെ പറ്റിയാണ്. അല്ല, ഞാൻ എല്ലാവരെയും പറ്റിയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഷൈജു, ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ചില മതങ്ങളിൽ ചില ആളുകൾക്ക് ഇത്തരം ചൊറിയുണ്ട്. ആ ചൊറിയുള്ളവരെ മാറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു ജോലിയാണ് BJP പോലത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യേണ്ടത്. അല്ലാതെ യുവരാജ് ഗോകുൽ ഇവിടെ വന്നിരുന്നിട്ട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ബജ്രംഗ് ദളിൻ്റെയും പ്രവർത്തകരെ പോലെ സംസാരിക്കരുത്. അത് തെറ്റാണ്. നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം അങ്ങനെ സംസാരിക്കുന്നില്ല എന്ന് ഓർക്കണം. ഇന്ന് നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആളുകൾ ഇവിടെയുള്ള മുഴുവൻ ബിഷപ്പുമാരെയും കണ്ട് കേക്ക് കൊടുക്കുന്ന സമയത്താണ് നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ സംസാരിക്കരുത്. ഇന്ന് നിങ്ങളുടെ പ്രധാനമന്ത്രി CBCIയുടെ ആസ്ഥാനത്തെത്തി ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തുന്ന സമയത്താണ് നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കരുത്. നിങ്ങൾ BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വമാണ്. Don't put your words into my mouth. ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയരുത്. ഞാൻ എന്താ ക്രിസ്മസ് സെലിബ്രേഷനെ തള്ളി പറഞ്ഞോ? ഞാൻ എവിടെയാ ക്രിസ്മസ് സെലിബ്രേഷനെ തള്ളി പറഞ്ഞ് അനാവശ്യമായ രീതിയിൽ പറയണം. യുവരാജിന് BSPയുടെ ബാക്കി എല്ലാ വെളിവുകെട്ട നിലപാടിലും യുവരാജ് വൈകാരികമായി പ്രതികരിക്കും. ഈ വിഷയം മാത്രം യുവരാജ് തള്ളിപ്പറയും. അത് കാപട്യമല്ലേ യുവരാജെ? അത് കാപട്യമല്ലേ? VSPയുടെ ബാക്കി സകല വെളിവുകെട്ട നിലപാടുകളെയും വൈകാരികമായി യുവരാജ് ഏറ്റെടുക്കും. അതിനുവേണ്ടി ഒരു VSPക്കാരനെ പോലെ വാദിക്കും. ഈ വിഷയത്തിൽ മാത്രം വരുമ്പോൾ യുവരാജ് BJPക്കാരനാകും, ബാക്കി കാര്യത്തിൽ യുവരാജ് VSPക്കാരനാവും. അല്ലേ? കാപട്യമല്ലേ? ഒന്നാം തരം കാപട്യമല്ലേ? ആലോചിച്ച് നോക്കുന്നു. ഷൈജു പറഞ്ഞു പൂർത്തിയാക്കുന്നു. എന്റെ നിലപാടിനോട് യോജിച്ച് നിൽക്കുന്ന നിലപാടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ BJPയുടെ നിലപാട് എന്താണോ ആ നിലപാട് വളരെ കൃത്യമായിട്ട് പറയും. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഞാൻ നിൽക്കുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒപ്പം തന്നെയാണ്. പറയാൻ ഒരു മടിയില്ല. അവിടെ ഒരു തീർത്ഥാടന സമാധാനമായി പോകുന്നു. കോടാനുകോടി വിശ്വാസികൾ ഒരു കുഴപ്പമില്ലാതെ അവിടെ പോകുന്നു. അത് കാണുമ്പോൾ ചിലർക്ക് ചൊറിയും. അത് പ്രശ്നമാണ്. അത് ചിലർക്ക് ചൊറിയും. ആ ചൊറി മാറ്റം കേരളത്തിൽ അറിയാവുന്ന യുവരാജെ, ഒട്ടും പേടിക്കണ്ട. ഷൈജു പറഞ്ഞു പൂർത്തിയാക്കി. ശാന്തവും സമാധാനമായിട്ടാ പോകുന്നത്. ഒരിടത്തും പോകുന്നില്ല. അത് കൈവച്ചാൽ മതി. ആ നിലപാട് കൈവച്ചത് അത് കേരളത്തിലോടുന്ന വകുപ്പല്ല. കുത്തിത്തിരിപ്പുമായി ശബരിമലയിലേക്ക് എത്തിയാൽ അവിടെ ഭക്തർത്തന്നെ നേരിടാൻ അവർക്കറിയാം. കുത്തിത്തിരിപ്പുമായി ശബരിമലയിലേക്ക് കയറിയാൽ ഭക്തർത്തന്നെ നേരിടും. ഭക്തർത്തന്നെ ഇറക്കി വിടും. അങ്ങോട്ട് പോണ്ട. ആ കുത്തിത്തിരിപ്പ് അങ്ങോട്ട് കയറണ്ട. ഷൈജു അല്ലല്ല, ഷൈജു പറഞ്ഞു പൂർത്തിയാട്ടെ. അത് വേണ്ട, അത് വിട്ടേക്കാം. ഷൈജു പറഞ്ഞു പൂർത്തിയാക്കട്ടെ.
യുവരാജന്റെ സമയത്ത് യുവരാജ് സംസാരിച്ചോളൂ. ഇതൊരു ചർച്ചയല്ല യുവരാജെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, യുവരാജിന് പറയാൻ സമയമുണ്ട്. അല്ല, ആ സമയത്ത് ഞാൻ യുവരാജ് സംസാ- എന്റെ അല്ല, ഞാൻ എല്ലാ സംസാരിക്കേണ്ട വാദപ്രതികളെയും സമയത്ത് ഞാൻ ഖണ്ഡിച്ചോളൂ. സംസാരിച്ചോളാം. ഞാൻ ആ അത് സമയത്ത് താങ്കൾ മിണ്ടാതിരിക്കുകയാണ്. അതിന്റെ പ്രശ്നം. ഞാൻ പറയാൻ അല്ലല്ലല്ല പറഞ്ഞു എന്ന് അല്ല, പറഞ്ഞാൽ അത് അതിന് സ്പോട്ടിൽ എനിക്ക് മറുപടി സംസാരിച്ചോളൂ. പറഞ്ഞേ പറ്റൂ. അത് അതാണ് പ്രശ്നം. സംസാരിച്ചോളൂ. ആ. അല്ലല്ലല്ല അങ്ങ് നിങ്ങൾ പറയാത്ത കാര്യം പറഞ്ഞു എന്നുള്ളതല്ല. നിങ്ങൾ പറഞ്ഞത് ഈ കേരളത്തിലെ മതേതരത്വം എന്ന് പറയുന്നത് ഇത്രയ്ക്ക് ഉള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞു. ആ ഉദാഹരണം ഒരു കേരളത്തിലെ മതേതരം അത്രയ്ക്ക് ഉള്ളൂ. അത് എന്റെ സത്യമാണ്. മതം നിങ്ങൾക്കത് പറയാം. അല്ലല്ല, അത് നിങ്ങൾക്ക് അയക്കോ. നിങ്ങൾ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ അല്ല. ഇവിടെയാണ് വ്യത്യാസം. അതൊരു കൃത്യമായ വ്യത്യാസമാണ്, ഒരു കൃത്യമായ വേർതിരിവാണ്. നിങ്ങൾക്ക് മതേതരത്വം എന്ന് പറയുന്നത് ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് നിങ്ങൾ വേർതിരിച്ച് പറയുമ്പോൾ ഞങ്ങൾ പറയും മതേതരത്വം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. അതിന് വിള്ളലേൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ വീണ്ടും പറയും. അത്രേ ഉള്ളൂ. അത് വ്യത്യാസമാണ്. അത് ആശയപരമായ വ്യത്യാസമാണ്. ആ വ്യത്യാസത്തിന്റെ പുറത്ത് ഒരിക്കൽ കൂടി പറയാണ് ഈ ശബരിമല എന്ന് പറയുന്ന ശാന്തമായി സമാധാനമായി നമ്മൾ വർഷങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട ശബരിമല ഭക്തർ അങ്ങോട്ടേക്ക് കയറുന്നതാണ്. അവിടെ കയറി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ആരെങ്കിലും നോക്കിയാൽ ഒരു സംശയം വേണ്ട, VHP ഇന്ന് ആ സ്കൂളിൽ കയറി കാണിച്ച ആ പണിക്ക് VHP തിരിച്ചടി പോലെ തന്നെ നാട് പ്രതികരിക്കും. അത് ഈ നാടാണ്, അതെനിക്ക് ഉറപ്പുണ്ട്.